നാലാമത്തെ ദിവസത്തിലാണ് വാട്സപ്പ് ക്ലാസ്സിലുള്ളത്. നാലാമത്തെ വാട്സപ്പ് ക്ലാസ്സാണ്. അപ്പോൾ ആദ്യത്തെ ദിവസം എന്നെക്കുറിച്ച് പരിചയപ്പെടുത്തലായിരുന്നു. ഗ്രൂപ്പിൽ എൻ്റെ ജോലിയെ സംബന്ധിച്ചിട്ടും ഞാൻ എവിടെയാണ്, എൻ്റെ പേര്, എൻ്റെ കുടുംബ പശ്ചാത്തലം എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ച് ഗ്രൂപ്പിലുള്ള അംഗങ്ങൾക്ക് പരിചയപ്പെടുത്തലായിരുന്നു ഫസ്റ്റ് ദിവസം. അതിനുശേഷം സർ ഒരു സ്വാഗത പ്രസംഗമായിരുന്നു ആദ്യത്തെ പ്രസംഗം. സ്വാഗത പ്രസംഗം എങ്ങനെയായിരിക്കണം, സ്വാഗത പ്രസംഗത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ രണ്ടാം ദിവസം സാറ് വിശദമായിട്ട് പറഞ്ഞു തന്നു. അത് ഒരു 5 ആവർത്തി ഞാൻ വായിച്ച് മനസ്സിലാക്കി. അതിനുശേഷം സാറുടെ നിർദ്ദേശപ്രകാരം ഓരോരുത്തരും ഗ്രൂപ്പിൽ വന്ന് ഈ സ്വാഗത പ്രസംഗം എങ്ങനെ നിർവഹിക്കണം എന്ന കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയ കാര്യം ഓരോ പഠയിതാക്കളും പറയണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പിറ്റേന്ന് സ്വാഗത പ്രസംഗം എങ്ങനെയാണ് നിർവഹിക്കേണ്ടതെന്ന പോയിൻ്റ് അടിസ്ഥാനത്തിൽ സാറുടെ നിർദ്ദേശപ്രകാരം, സാറുടെ കോച്ചിങ് പ്രകാരം ഞാനത് വിശദമായിട്ട് പറയുകയും ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം മൂന്നാമത്തെ ദിവസം സ്വാഗത പ്രസംഗം മാതൃക എന്നുള്ള നിലയിൽ ഫൈസൽ സാറ് ഗ്രൂപ്പിലിടുകയും അത് ഞാൻ കേൾക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ ടെക്സ്റ്റും കൂടി ഉണ്ടായിരുന്നു. അത് ഒരു 5-6 ആവർത്തി വായിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ നോക്കിയിട്ടാണെങ്കിലും ഞാൻ ആ പ്രസംഗം ആ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുകയും അതിൽ കുറച്ച് എന്താ പറയുക, പിന്നെ വോയിസിൻ്റെ ഏറ്റക്കുറച്ചിലിൻ്റെ കുറച്ച് അപാകതകളെല്ലാം ഞാൻ രണ്ടാമത് കേട്ടപ്പോൾ എനിക്ക് തോന്നി. പക്ഷെ അത് സ്വാഗത പ്രസംഗം എന്നുള്ളത് ഏറ്റവും ആദ്യത്തെ പ്രസംഗമായതുകൊണ്ട് തന്നെ അത് പരിശീലിച്ച് ഇനി അങ്ങോട്ട് എന്താ പറയുക 100% പെർഫെക്റ്റിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമത്തിലാണ് ഞാൻ. അപ്പം ഇനിയുള്ള ഒരു മാസം ഒരു 5-10 പ്രസംഗം കിട്ടുമെന്ന് വിചാരിക്കുന്നു. ആ പ്രസംഗങ്ങളെല്ലാം വളരെ ആവേശത്തോടു കൂടി പരിശീലിക്കുകയും അതുപോലെ തന്നെ അത് ഗ്രൂപ്പിലിടുകയും പിന്നെ അതിനുശേഷം ഇവിടെ വന്ന് ഓഫ്ലൈനിൽ വന്ന് പ്രസംഗിക്കുകയും ചെയ്യുകയാണ് എനിക്ക് പറയുവാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ